ഹലോ ചിൽഡ്രൻ, വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. എക്സാം കഴിഞ്ഞിരിക്കുകയാണല്ലേ? എങ്ങനെയുണ്ടായിരുന്നു എക്സാം? ഈസി ആയിരുന്നില്ലേ? ഈസി ആയിരുന്നു. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കാണാനായിട്ട് നിങ്ങളുടെ പാരൻസിന് ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ ടീച്ചർ ക്വസ്റ്റ്യൻ പേപ്പർ പരിചയപ്പെടുത്താം. അതിനു മുൻപ് ടീച്ചർ ഒരു കാര്യം കൂടി പറയട്ടെ. നിങ്ങൾക്കേട്ടാ ഏപ്രിൽ മെയ് വെക്കേഷൻ ക്ലാസ് വരുന്നുണ്ട് കേട്ടോ. വെക്കേഷൻ ക്ലാസ്സിൽ എന്തൊക്കെയുണ്ടെന്ന് അറിയാവോ? മലയാളം അക്ഷരങ്ങൾ അറിയാത്ത കുട്ടികൾക്ക് ചിഹ്നങ്ങൾ ചേർത്ത് എഴുതുക, കൂട്ടക്ഷരങ്ങൾ അറിയാതിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. മലയാളം ലെറ്റേഴ്സ് അറിയാത്ത കുട്ടികളെ മലയാളം അക്ഷരങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി കൂട്ടി എഴുതാനും കൂട്ടി വായിക്കാനും അറിയാത്ത കുട്ടികൾക്ക് അതും പഠിപ്പിച്ചു കൊടുക്കുന്ന ക്ലാസ് ഉണ്ട്. എല്ലാ കുട്ടികളും നല്ലതുപോലെ കൂട്ടി എഴുതാനും കൂട്ടി വായിക്കാനും ഈ ക്ലാസ്സിലൂടെ പഠിച്ചെടുക്കും. മാത്തമെറ്റിക്സ്, ഗണിതത്തിൽ കുറച്ച് ബാക്കിലായിട്ടുള്ള കുട്ടികളുണ്ടല്ലോ, അവർക്കായിട്ട് മാത്തമെറ്റിക്സിൻ്റെ ബേസിക് ക്ലാസ് നൽകി അവരെ നല്ലതുപോലെ പഠിപ്പിച്ചെടുക്കുന്ന ക്ലാസ് ഉണ്ട്. അതിനു പുറമെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് ഉണ്ട് കുട്ടികൾക്കായി. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ ഗ്രാമറും, സ്കൂൾ പഠനകാലത്ത് അറിഞ്ഞിരിക്കേണ്ട എല്ലാ ഗ്രാമറും ഉൾപ്പെടുത്തിക്കൊണ്ട് ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് നൽകുന്നുണ്ട്. LKG റിവിഷൻ, UKG റിവിഷൻ ക്ലാസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ LKGയിൽ നിന്ന് UKGയിലേക്ക് പോകുന്നവർക്ക്, UKGയിൽ നിന്ന് 1ാം ക്ലാസ്സിലേക്ക് പോകുന്നവർക്ക് പഠിച്ചിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും ചേർത്ത് റിവിഷൻ ക്ലാസ് നൽകുന്നുണ്ട്. അതിനു പുറമെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. നിങ്ങൾക്കറിയാം, 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കും LKG, UKG, പ്രീ-KG കുട്ടികൾക്കും കിഡ്സ് ഏരിയ ഓൺലൈൻ ക്ലാസ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത വർഷം മുതൽ, അതായത് നെക്സ്റ്റ് അക്കാഡമിക് ഇയർ മുതൽ 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സിലെ കുട്ടികൾക്ക് ട്യൂഷൻ നൽകുന്നുണ്ട്. പ്രീ-KG ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, LKG ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, UKG ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ളവർക്കൊക്കെ ഇത് അറിയിക്കാം കേട്ടോ, അവരോടൊക്കെ അറിയിക്കാം. വേഗത്തിൽ ജോയിൻ ചെയ്യാം. നല്ലതുപോലെ എല്ലാ കുട്ടികളും പഠിക്കും. ഓക്കെ, അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ കാര്യമാണ്. ലൈവ് സെഷൻ ആണ് കേട്ടോ, ലൈവായിട്ടാണ് എല്ലാ ക്ലാസ്സസും ഉള്ളത്. ലൈവായിട്ട് ക്ലാസ് ഉള്ളത്. നിങ്ങൾക്ക് പങ്കെടുക്കാനായില്ല എങ്കിൽ ആ ദിവസത്തെ ക്ലാസ് നിങ്ങൾക്ക് റെക്കോർഡായിട്ട് അയച്ചു തരും. അപ്പോൾ അതിലൊന്നും പേടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അത് നിങ്ങൾ ജോയിൻ ചെയ്യാനുള്ളത് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ നിങ്ങളൊന്ന് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങൾക്ക് ഏത് ക്ലാസ് ആണോ വേണ്ടത് അത് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി. ഏപ്രിൽ 1 വെക്കേഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. അതിന് മുമ്പ് തന്നെ എല്ലാവരും അഡ്മിഷൻ എടുക്കണേ. വാട്സപ്പ് നമ്പർ 9746487799. ഒരിക്കൽ കൂടി പറയാം, 9746487799. ആനുവൽ എക്സാമിൻ്റെ ഇൻറ്റിഗ്രേഷൻ 2 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിന്ന് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. അതിനു മുൻപ് കിഡ്സ് ഏരിയ ഓൺലൈൻ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ വേഗത്തിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നിങ്ങളുടെ കുട്ടികൾക്കായുള്ള ഒത്തിരി ക്ലാസ്സസ് ഈ ചാനലിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, ആനുവൽ ഇവാലുവേഷൻ 2023-2024 ഇൻറ്റഗ്രേഷൻ ഡേ 1. പ്രവർത്തനം 1. വായിക്കാം, നിറം നൽകാം. ഒന്നാമത്തെ പ്രവർത്തനം, ഇത് പുഞ്ചിരിക്കുട്ടി, പുള്ളിയുടുപ്പിട്ട കുട്ടി, പൂമ്പാറ്റകളുടെ കൂട്ടുകാരി, മഞ്ഞയിൽ കറുപ്പ് പുള്ളികളുള്ള ഉടുപ്പ് ധരിച്ചിട്ടുണ്ട്, ചുവന്ന കാലുറ, കറുത്ത ഷൂസ്, ഒരു കയ്യിൽ ചുവന്ന ബലൂണുകൾ, മറ്റേ കയ്യിൽ നീലപ്പൂക്കൾ. അപ്പോൾ നിങ്ങൾ വായിച്ചുവല്ലോ, ടീച്ചർ വായിച്ചു തരും. അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം ചെയ്യാനുള്ളത് നിറം നൽകുക. പുള്ളി ഉടുപ്പിട്ട കുട്ടിയാണല്ലേ, മഞ്ഞയിൽ കറുപ്പ് പുള്ളികളുള്ള ഉടുപ്പാണ്, മഞ്ഞ നിറം. ഈ പുള്ളികൾ എന്ത് നിറമാ കൊടുക്കേണ്ടേ? കറുപ്പ്. ചുവന്ന കാലുറ, ഈ കാലുറയ്ക്ക് ഏത് നിറം കൊടുക്കണം? സോക്സ്, ചുവപ്പ്. കറുത്ത ഷൂസ്, ഷൂസിന് ഏത് നിറമാണ്? കറുപ്പ്. ഒരു കയ്യിൽ ചുവന്ന ബലൂണുകൾ, ബലൂണുകൾക്ക് ചുവപ്പ് നിറം, പൂക്കൾക്ക് നീല നിറം. അങ്ങനെ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിറം നൽകുക എന്നുള്ളതായിരുന്നു. രണ്ടാമതോ, ഉത്തരം എഴുതാം. പുഞ്ചിരിയുടെ കൂട്ടുകാർ ആര്? ആരാണ്? പൂമ്പാറ്റകളുടെ കൂട്ടുകാരി. പുഞ്ചിരിയുടെ കൂട്ടുകാർ ആരാ? അതെ, ഉടുപ്പിന്റെ പ്രത്യേകതകൾ പറഞ്ഞിരിക്കുന്ന വരി കണ്ടെത്തി എഴുതൂ. ഉടുപ്പ് എങ്ങനെയാ? മഞ്ഞയിൽ കറുപ്പ് പുള്ളികളുള്ള ഉടുപ്പ്. ഉത്തരം എഴുതാനായിട്ട് അറിയാലോ. ഓക്കെ, ഇനി രണ്ടാമത്തെ പ്രവർത്തനം ദാ ഇവിടെ നോക്കിയേ, മണൽ കൊട്ടാരം. ഈ മണൽ കൊട്ടാരത്തിന് നിറം നൽകണം. മണൽ കൊട്ടാരത്തിന് നിറം നൽകുക എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ പ്രവർത്തനം. മൂന്നാമത്തെ പ്രവർത്തനം, ആരാണിവർ? ഓരോരുത്തരുടെയും പ്രത്യേകതകൾ എഴുതൂ. ദാ ഇവിടെ താറാവുണ്ട്. താറാവിനെ കുറിച്ച് പറയുകയാണ്. ഇതാണ് താറാവ്. വീട്ടിൽ വളർത്തും, നീണ്ടു പരന്ന കൊക്ക്, കരയിൽ നടക്കും, വെള്ളത്തിൽ നീന്തും, മുട്ടയ്ക്കും ഇറച്ചിക്കും വേണ്ടി വളർത്തും. എന്ന് ദാ
ഈ താറാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ദാ ഇവരെ കുറിച്ച് എഴുതൂ. പശു, കോഴി. പശുവിനെ കുറിച്ച് ഇതുപോലെ എഴുതുക, കോഴിയെ കുറിച്ച് ഇതുപോലെ എഴുതുക. ഇനി ഒരു ചോദ്യം കൂടെയുണ്ട്. കരയിലും വെള്ളത്തിലും ജീവിക്കാൻ കഴിയുന്ന ഒരു ജീവിയുടെ പേരെഴുതൂ. കരയിലും വെള്ളത്തിലും ജീവിക്കാൻ കഴിയുന്ന ഒരു ജീവിയുടെ പേരെഴുതിയായിരുന്നോ? ഏത് ജീവിയെ എഴുതിയേ? തവള എഴുതിയവരുണ്ടോ? യെസ്. വേറെ എന്ത് എഴുതിയിട്ടുണ്ട്? വെരി ഗുഡ്. നാലാമത്തെ ആക്ടിവിറ്റിയിലേക്ക് പോകാം. നാലാമത്തെ ചോദ്യം, ലെറ്റ്സ് മേക്ക് എ ഫെൻസ്. ദാ നോക്കിയേ, ദാ ഇവിടെ ഫെൻസ് ഉണ്ടാക്കാനായിട്ട് ദാ ഓരോ ആൾക്കാർ ഓരോ സാധനങ്ങൾ കൊണ്ടുവരികയാണ്. എലിഫന്റ് എന്താ കൊണ്ടുവന്നേ? സ്റ്റിക്സ് കൊണ്ടുവരികയാണ്. കൗ എന്താ കൊണ്ടുവരുന്നേ? ക്രീപ്പേഴ്സ്, വള്ളികൾ കൊണ്ടുവരുന്നു. ടോട്ടോയ്സ് എന്താ കൊണ്ടുവരുന്നേ? സ്റ്റോൺസ്, കല്ലുകൾ കൊണ്ടുവരുന്നു. നമ്മുടെ മങ്കി എന്താ കൊണ്ടുവരുന്നേ? ഫ്ലവേഴ്സ്, പൂക്കൾ കൊണ്ടുവരികയാണ്. അപ്പോൾ ഫെൻസ് ഉണ്ടാക്കാൻ പോവാണ്. ഫെൻസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മുടെ വീടിന് ചുറ്റും കണ്ടിട്ടുണ്ടോ വേലി പോലെ? അതാണ് ഫെൻസ് കേട്ടോ. നിങ്ങൾ ചെയ്യാനുള്ളത് കൗണ്ട് ചെയ്യുക, എഴുതുക. എത്ര സ്റ്റോൺസ് ഉണ്ടെന്ന് എഴുതുക, എത്ര ഫ്ലവേഴ്സ് ഉണ്ടെന്ന് എഴുതുക. 1 2 3 4 5 6 7 സ്റ്റോണിൻ്റെ എണ്ണം എഴുതുക. ഫ്ലവേഴ്സ് അതുപോലെ എവിടെയൊക്കെ ഉണ്ടോ അതെല്ലാം കൗണ്ട് ചെയ്ത് എഴുതുക. ക്രീപ്പേഴ്സ് എവിടെയൊക്കെ ഉണ്ടോ അതെല്ലാം കൗണ്ട് ചെയ്ത് എഴുതുക. സ്റ്റിക്സും എഴുതുക. അപ്പോൾ അറിയാലോ, ഇവിടെ 3 ആണ്, ഇവിടെ 4 ആണ്. 3 + 4 എഴുതാനായിട്ട് അറിയാലോ. അതുമാത്രം പോരാ, വേറെയും ചെയ്യാനുണ്ട്. ഈ നമ്പേഴ്സിനെ റൈറ്റ് ദ നമ്പേഴ്സ് ഫ്രം ദ സ്മോളസ്റ്റ് ടു ദ ലാർജസ്റ്റ്. സ്മോളസ്റ്റ് നമ്പറിൽ നിന്ന് ലാർജസ്റ്റ് നമ്പറിലേക്ക് എഴുതുക. അങ്ങനെ 2 ക്വസ്റ്റ്യൻ ആണ്. കൗണ്ട് ആൻഡ് റൈറ്റും ഉണ്ട്, സ്മോളസ്റ്റിൽ നിന്ന് ലാർജസ്റ്റിലേക്ക് എഴുതാനും ഉണ്ട്. ഇതായിരുന്നു നാലാമത്തെ ആക്ടിവിറ്റി. നാലാമത്തെ ആക്ടിവിറ്റി എല്ലാവരും ചെയ്തില്ലേ? ചെയ്തു. ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി അറിയണ്ടേ? അഴകുള്ള കൊട്ടാരം. എന്താ? അഴകുള്ള കൊട്ടാരം. കടൽ തീരത്ത് പുഞ്ചിരിക്കുട്ടി ഉണ്ടാക്കിയ കൊട്ടാരം നോക്കൂ. മനോഹരമായി കാഴ്ചയെക്കുറിച്ച് എഴുതൂ. കടൽ തീരത്തൊരു കൊട്ടാരം. ബാക്കി എഴുതണം. ഇവിടെ നിങ്ങൾ എന്തൊക്കെ കാണുന്നുണ്ട്? കടലിൽ എന്തൊക്കെ കാണുന്നുണ്ട്? ചുറ്റുപാടും എന്തൊക്കെ കാണുന്നുണ്ട്? ഈ മനോഹരമായ കാഴ്ചയെക്കുറിച്ച് എഴുതാനുള്ളതായിരുന്നു അഞ്ചാമത്തെ പ്രവർത്തനം. 5 പ്രവർത്തനങ്ങൾ നിങ്ങൾ എഴുതിയോ? തെറ്റാതെ എഴുതിയായിരുന്നോ? എഴുതി. ഓക്കെ ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു. ഏപ്രിൽ മെയ് വെക്കേഷൻ ക്ലാസ് വരുന്നുണ്ട് കേട്ടോ. വെക്കേഷൻ ക്ലാസ്സിൽ എന്തൊക്കെയുണ്ടെന്ന് അറിയാവോ? മലയാളം അക്ഷരങ്ങൾ അറിയാത്ത കുട്ടികൾക്ക് ചിഹ്നങ്ങൾ ചേർത്ത് എഴുതുക, കൂട്ടക്ഷരങ്ങൾ അറിയാതിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. മലയാളം ലെറ്റേഴ്സ് അറിയാത്ത കുട്ടികളെ മലയാളം അക്ഷരങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി കൂട്ടി എഴുതാനും കൂട്ടി വായിക്കാനും അറിയാത്ത കുട്ടികൾക്ക് അതും പഠിപ്പിച്ചു കൊടുക്കുന്ന ക്ലാസ് ഉണ്ട്. എല്ലാ കുട്ടികളും നല്ലതുപോലെ കൂട്ടി എഴുതാനും കൂട്ടി വായിക്കാനും ഈ ക്ലാസ്സിലൂടെ പഠിച്ചെടുക്കും. മാത്തമെറ്റിക്സ്, ഗണിതത്തിലെ കുറച്ച് ബാക്കിലായിട്ടുള്ള കുട്ടികളുണ്ടല്ലോ, അവർക്കായിട്ട് മാത്തമെറ്റിക്സിൻ്റെ ബേസിക് ക്ലാസ് നൽകി അവരെ നല്ലതുപോലെ പഠിപ്പിച്ചെടുക്കുന്ന ക്ലാസ് ഉണ്ട്. അതിനു പുറമെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് ഉണ്ട് കുട്ടികൾക്കായി. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ ഗ്രാമറും, സ്കൂൾ പഠനകാലത്ത് അറിഞ്ഞിരിക്കേണ്ട എല്ലാ ഗ്രാമറും ഉൾപ്പെടുത്തിക്കൊണ്ട് ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് നൽകുന്നുണ്ട്. LKG റിവിഷൻ, UKG റിവിഷൻ ക്ലാസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ LKGയിൽ നിന്ന് UKGയിലേക്ക് പോകുന്നവർക്ക്, UKGയിൽ നിന്ന് 1ാം ക്ലാസ്സിലേക്ക് പോകുന്നവർക്ക് പഠിച്ചിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും ചേർത്ത് റിവിഷൻ ക്ലാസ് നൽകുന്നുണ്ട്. അതിനു പുറമെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. നിങ്ങൾക്കറിയാം, 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കും LKG, UKG, പ്രീ-KG കുട്ടികൾക്കും കിഡ്സ് ഏരിയ ഓൺലൈൻ ക്ലാസ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത വർഷം മുതൽ, അതായത് നെക്സ്റ്റ് അക്കാഡമിക് ഇയർ മുതൽ 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സിലെ കുട്ടികൾക്ക് ട്യൂഷൻ നൽകുന്നുണ്ട്. പ്രീ-KG ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, LKG ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, UKG ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ളവർക്കൊക്കെ ഇത് അറിയിക്കാം കേട്ടോ, അവരോടൊക്കെ അറിയിക്കാം. വേഗത്തിൽ ജോയിൻ ചെയ്യാം. നല്ലതുപോലെ എല്ലാ കുട്ടികളും പഠിക്കും. ഓക്കെ, അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഈ കാര്യമാണ്. ലൈവ് സെഷനാണ് കേട്ടോ, ലൈവായിട്ടാണ് എല്ലാ ക്ലാസ്സസും ഉള്ളത്. ലൈവായിട്ട് ക്ലാസ് ഉള്ളത്. നിങ്ങൾക്ക് പങ്കെടുക്കാനായില്ല എങ്കിൽ ആ ദിവസത്തെ ക്ലാസ് നിങ്ങൾക്ക് റെക്കോർഡായിട്ട് അയച്ചു തരും. അപ്പോൾ അതിലൊന്നും പേടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അത് നിങ്ങൾ ജോയിൻ ചെയ്യാനുള്ളത് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ നിങ്ങളൊന്ന് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങൾക്ക് ഏത് ക്ലാസ് ആണോ വേണ്ടത് അത് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി. ഏപ്രിൽ 1 വെക്കേഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. അതിന് മുമ്പ് തന്നെ എല്ലാവരും അഡ്മിഷൻ എടുക്കണേ. വാട്സപ്പ് നമ്പർ 9746487799. ഒരിക്കൽ കൂടി പറയാം, 9746487799.